ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ശാലോം ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം തിരുവചനം. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. പ്രൈസ് ദ ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം എന്തിനാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? തിരുവചനം ഇന്ന് നമ്മളോട് പറയുന്നു, നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, നിന്നെ രക്ഷിക്കുവാനാണ്. ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്കിന്ന് കടന്നു വരാം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, എന്നെ പരിപാലിക്കുന്ന എൻ്റെ ദൈവം ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നെ രക്ഷിക്കുവാനാണ്. അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ വലിയ തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ബൈബിളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ മനുഷ്യരെ സ്നാപക യോഹന്നാനോടും യേശുവിനോടും അപ്പസ്തോലന്മാരോടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനസ്നാനം സ്വീകരിക്കുവാനായിട്ട് സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് ജനക്കൂട്ടം വരികയാണ്. ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് സ്നാപക യോഹന്നാൻ പറയുന്നു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിൽ എറിയപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് ജനക്കൂട്ടം ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? സ്നാപക യോഹന്നാൻ കൊടുക്കുന്ന ഉത്തരങ്ങൾ നമ്മൾ കാണുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാം തിരുവചനം, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. ചുങ്കക്കാരും വന്ന് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവരോടും സ്നാപക യോഹന്നാൻ ഉത്തരം നൽകുന്നു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ചുങ്കം നിങ്ങൾ പിരിക്കരുത്. പടയാളികളും വന്ന് ചോദിക്കുന്നു, രക്ഷ പ്രാപിക്കുവാനായി ഞങ്ങൾ എന്ത് ചെയ്യണം? സ്നാപക യോഹന്നാൻ പടയാളികൾക്കും ഉത്തരം കൊടുക്കുന്നു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായി ആരെയും കുറ്റം ആരോപിക്കരുത്, നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനങ്ങൾ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം. നമ്മളിന്ന് ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നാം ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ധനികനായ ഒരു മനുഷ്യൻ വന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ ഉത്തരം നൽകുന്നു, നീ കൽപ്പനകളെല്ലാം പാലിക്കുക, അത് നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ധനികനായ വ്യക്തി ഉത്തരം കൊടുക്കുന്നു, ഞാൻ എല്ലാ കൽപ്പനകളും പാലിക്കുന്ന വ്യക്തിയാണ്.
ഉടനെ ഈശോ അവനെ നോക്കി പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, നിൻ്റെ സമ്പത്ത് വിറ്റ് നീ ദരിദ്രർക്ക് നൽകുക. അവൻ ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്നത് കൊണ്ട്, അവനത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ മനസ്സില്ലാത്തിരുന്നത് കൊണ്ട് അവൻ ആ വചനം കേട്ട് തിരിച്ചു പോയതായിട്ട് സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ പത്രോസിനോടും അപ്പസ്തോലന്മാരോടും അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം വന്ന് അവരുടെ പ്രഭാഷണം കേട്ട് മനസ്സ് നുറുങ്ങി വന്ന് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞാനെന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ്ലീഹായും മറ്റ് അപ്പസ്തോലന്മാരും കൊടുക്കുന്ന ഉത്തരം, നിങ്ങൾ അനുതപിക്കണം, നിങ്ങൾ പശ്ചാത്തപിക്കണം. പ്രിയപ്പെട്ടവരെ, രക്ഷയിലേക്കുള്ള മറ്റൊരു മാർഗമാണ് അനുതപിക്കുക, പശ്ചാത്തപിക്കുക. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ്ലീഹായും സീലാസും ആ കാരാഗ്രഹ കാവൽക്കാരന് കൊടുക്കുന്ന ഉത്തരം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിതം നാം നയിക്കുമ്പോൾ നാം രക്ഷയിലേക്ക് കടന്നു വരും. ഇവിടെ നമ്മൾ രണ്ട് തരത്തിലുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്ന് ആത്മീയമായ രക്ഷയും ഭൗതികമായ രക്ഷയും. ഏത് രക്ഷയിലേക്കാണ് നാം കടന്നു വരേണ്ടത് എന്ന് നാം ചിന്തിക്കുക. എൻ്റെ ഫോക്കസ് ഏത് രക്ഷയിലേക്കാണ്? ആത്മീയമായ രക്ഷയിലേക്കാണോ ഞാൻ ഊന്നൽ കൊടുക്കുക, അതെയോ ഭൗതികമായ രക്ഷയിലേക്കാണോ എൻ്റെ ജീവിതത്തിൽ നാം ഊന്നൽ കൊടുക്കുക? പ്രിയപ്പെട്ടവരെ, ഭൗതികമായ രക്ഷയിലേക്കാണ് നാം ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ അത് നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും, നിരാശയിലേക്ക് കൊണ്ടുപോകും. ഭൗതികമായ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥകൾ വരാം. എന്നാൽ ആത്മീയതയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ആത്മീയമായ രക്ഷയിലേക്ക് നാം കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഭൗതികമായ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആത്മീയ ജീവിതത്തിലൂടെ നിത്യരക്ഷയിലേക്ക് നാം കടന്നു പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, ആത്മീയമായ ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവസ്നേഹം അനുഭവിക്കുക, ദൈവസ്നേഹത്തിലായിരിക്കുക എന്നുള്ളതും നമ്മുടെ ആത്മീയ രക്ഷയിലേക്ക് കടന്നു വരുവാനുള്ള ഏറ്റവും വലിയ ആവശ്യ ഘടകമാണ്. ദൈവസ്നേഹത്തിലാണോ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് നാം തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കാൽവരിക്കുന്നിൽ എനിക്ക് വേണ്ടി യാഗമായി ബലിയായി മാറിയ തമ്പുരാൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിയണം. ദൈവം എത്രമാത്രം നമ്മെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുക. അപ്പസ്തോലന്മാരുടെ കാൽ കഴുകി നമുക്ക് മാതൃക കാണിച്ചു തന്ന തമ്പുരാൻ കാൽവരിക്കുന്നിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്നപ്പോൾ ഇരുവശത്തുമുണ്ടായിരുന്ന കള്ളന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് സഹനങ്ങളുടെ തീച്ചൂളയിൽ നിൽക്കുമ്പോൾ പോലും ആ പെരുങ്കള്ളനായ വ്യക്തിക്ക് സ്വർഗരാജ്യം നൽകിയ തമ്പുരാൻ്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നാം രക്ഷയിലേക്ക് കടന്നു വരിക. തന്നെ ഒറ്റിക്കൊടുക്കുമെന്നറിയാമിരുന്നിട്ടും, തന്നെ ഇട്ടേച്ചു പോകുമെന്നറിയാമായിരുന്നിട്ടും, തനിക്കൊരാപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നറിയാമായിരുന്നിട്ടും, ആ അപ്പസ്തോലന്മാരുടെയും യൂദാസ് കറിയോത്തായുടെയും കാൽ കഴുകിയ സ്നേഹം, പ്രിയപ്പെട്ടവരെ, അതാണ് തമ്പുരാൻ്റെ ഏറ്റവും വലിയ സ്നേഹം. ആ സ്നേഹത്തിൽ നാം ജീവിക്കുമ്പോൾ, ആ സ്നേഹത്തിലൂടെ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതം രക്ഷയിലേക്ക് വരും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ സ്നേഹമുള്ള മറ്റൊരു മുഖം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ഉദ്ധിതനായതിനു ശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടി ഇനി എന്തു ചെയ്യുമെന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് അവർ ചിന്തിക്കുന്ന, അവർ തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാം. അവർ ചിന്തിക്കുകയാണ്, അവർ പഴയ പണിയിലേക്ക് തന്നെ, അവർ മീൻപിടുത്തത്തിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ അവർ മീൻപിടുത്തത്തിലേക്ക് തിരിച്ചുപോയി രാത്രി മുഴുവൻ അവർ ആ കടലിൽ കിടന്ന് അധ്വാനിക്കുകയാണ്. എന്നാൽ അവർക്കൊന്നും ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ കടൽക്കരയിലേക്ക് ഉദ്ധിതനായ യേശു കടന്നു വരികയാണ്.
കടന്നു വന്നുകൊണ്ട് അവരോട് പറയുന്നു, ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് നിങ്ങൾ വലയെറിയുക. പ്രിയപ്പെട്ടവരെ, അവരങ്ങനെ വലയെറിഞ്ഞ് അവർക്ക് ഇഷ്ടം പോലെ മത്സ്യങ്ങളൊക്കെ കിട്ടി. അവർ സന്തോഷത്തോടെ അത് യേശുവാണെന്ന് മനസ്സിലാക്കി കടൽക്കരയിലേക്ക് കടന്നു വരുമ്പോൾ അവർ കാണുക, അവിടെ തീയൊക്കെ കൂട്ടി മത്സ്യമൊക്കെ വേവിച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തമ്പുരാനെ നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ യേശുവിന് അവിടെ ചിന്തിക്കാമായിരുന്നു, എനിക്കൊരാപത്ത് വന്നപ്പോൾ, അപകടം പറ്റിയപ്പോൾ എന്നെ ഇട്ടേച്ചു പോയവരാണിവർ. ആവൽഘട്ടം വന്നപ്പോൾ എന്നെ തള്ളിപ്പറഞ്ഞവരാണിവർ. മീൻ ഇവർക്ക് കിട്ടാതെ വന്നപ്പോൾ ഇവർക്ക് ഇനിയും മീൻ കിട്ടണ്ട എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ സ്നേഹം അതല്ല, തമ്പുരാൻ്റെ സ്വഭാവം അതല്ല. ദൈവം അവിടെ, കർത്താവായ ഈശോ മിശിഹ അവിടെ അത്ഭുതം പ്രവർത്തിച്ച് അവർക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകുകയും അവർ വിശന്ന് വലഞ്ഞ് കഷ്ടപ്പെട്ട് അവർ കരയിലേക്ക് വരുമ്പോൾ അവർക്കായി ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന, ഇങ്ങനെ ഏത് കഷ്ടപ്പാടുകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോഴും നമ്മൾ അവിടുത്തെ വിളിച്ച് കരയുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ യേശുവിൽ വിശ്വസിച്ച് കൗദാശിക ജീവിതം നയിക്കുമ്പോൾ നാം രക്ഷയുടെ പാതയിലാണ് എന്ന് നാം തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിലൂടെ കേട്ടതുപോലെ അപരനെ സഹായിക്കാൻ, അപരനിലേക്ക് നമ്മൾ അപരനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷയുടെ അനുഭവം കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ജോയേൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകരായി നാം മാറണം. ആരാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകർ? പ്രിയപ്പെട്ടവരെ, അപരനെ അറിയാൻ കഴിയുന്നവരാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകർ. ഇന്ന് മനുഷ്യ കുലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവരും സ്വാർത്ഥരായി മാറുകയാണ്. ഇന്ന് ഓരോ വീടുകൾ പണിത് വലിയ ചുറ്റുമതിലൊക്കെ കെട്ടി അവർ കാറുമൊക്കെ വാങ്ങി അവരവരുടേതായ കാര്യങ്ങൾക്ക് പോകുന്നതല്ലാതെ അയൽപക്കത്താരാണ് താമസിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ഒത്തിരിയേറെ സംസ്കാരം വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിന്ന് ജീവിക്കുകയാണ്. മുമ്പൊക്കെ വീടുകൾക്ക് മതിലുകൾ ഉണ്ടായിരുന്നില്ല, കാറുകൾ ഉണ്ടായിരുന്നില്ല, നടന്നാണ് പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ഒത്തിരിയേറെ പേരെ കാണും, അവരോട് വിശേഷങ്ങൾ തിരക്കും, അവരുമായി പങ്കുവെക്കും. പള്ളിയിൽ ചെന്നാലും ആളുകളെ കാണും, പള്ളിയിൽ കഴിഞ്ഞാലും ആളുകളെ കാണും, പങ്കുവയ്ക്കും. സ്നേഹത്തിൻ്റെ ഒരനുഭവം, കൂട്ടായ്മയുടെ ഒരനുഭവം പണ്ടുകാലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും തിരക്കാണ്. ഒന്നിലെ മൊബൈലിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, കമ്പ്യൂട്ടറിൽ ഒക്കെ തിരക്കാണ്. ഒരു കുടുംബത്തിൽ തന്നെയാണെങ്കിൽ പോലും മക്കൾക്ക് മാതാപിതാക്കളോടോ മാതാപിതാക്കൾക്ക് മക്കളോടോ സംസാരിക്കുവാനുള്ള സമയമില്ല. പങ്കുവെക്കലിൻ്റെ അനുഭവം ഇല്ലാതെ പോവുകയാണ്, സ്വാർത്ഥരായി മാറുകയാണ്. അങ്ങനെ കുടുംബങ്ങൾ അങ്ങനെയാകുമ്പോൾ സമൂഹവും അങ്ങനെയായി മാറുകയാണ്. അപരനെ അറിയാൻ കഴിയാത്ത, അപരനെക്കുറിച്ച് അവരൻ്റെ വേദനയെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, രക്ഷയുടെ പാതയിലേക്ക് നാം കടന്നു വരണമെങ്കിൽ, യേശു ആഗ്രഹിക്കുന്നത് പോലെ രക്ഷയിലേക്ക് കർത്താവായ ഈശോ മിശിഹ നമ്മെ എത്രമാത്രം സ്നേഹിച്ച് സ്വജീവൻ പോലും ബലി കൊടുത്ത് നമ്മെ നേടുവാനായി, നമ്മെ രക്ഷിക്കുവാനായി, നമ്മെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുപോകുവാനായി സ്വന്തം ജീവൻ പോലും ബലി കൊടുത്ത് നമ്മെ രക്ഷിക്കുവാനായി കടന്നു വന്ന് ഈ സഭയിലൂടെ ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ രക്ഷയുടെ പാതയിലൂടെ കടന്നു പോകണമെങ്കിൽ നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയണം.
അവരനെ അറിയണം, അവരനിലൂടെ ദൈവത്തെ കാണാൻ കഴിയണം. അവരൻ വേദനിക്കുമ്പോൾ അവനെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ആത്മാവിൻ്റെ അഭിഷേകത്തിലാണ്, ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകരാണ് എന്ന് നമുക്ക് പറയാം. വീണ്ടും പറയുന്നു, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദർശനങ്ങളുണ്ടാകണം. അപരനെക്കുറിച്ച് ദർശനങ്ങളുണ്ടാകണം. അങ്ങനെ ദർശനങ്ങളുണ്ടാകുമ്പോൾ, അപരൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് എനിക്കൊരു ദർശനമുണ്ടാകുമ്പോൾ, എനിക്കൊരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം രക്ഷയുടെ പാതയിലാണ്. ദൈവത്തിൻ്റെ പരിപാലനയാൽ നാം രക്ഷയുടെ പാതയിലൂടെ കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, അപരനെക്കുറിച്ച്, അപരൻ്റെ ആത്മാവിനെക്കുറിച്ച് നമുക്കൊരു സ്വപ്നമുണ്ടാകണം. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കാര്യം ഇതാണ്. അപരനെക്കുറിച്ചൊരു സ്വപ്നം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല. അപരൻ്റെ നന്മയെക്കുറിച്ച്, അപരൻ്റെ നേട്ടത്തെക്കുറിച്ച് നമുക്കൊരു സ്വപ്നമുണ്ടാകുന്നില്ല. അപരനെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാകുന്നില്ല. കുടുംബത്തിൽ പോലും ഒരു സഹോദരന് മറ്റൊരു സഹോദരൻ്റെ വേദന തിരിച്ചറിയാൻ പറ്റുന്നില്ല. മക്കളുടെ വേദന മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാതാപിതാക്കളുടെ വേദന മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സഹോദരങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കൂട്ടായ്മയിലെ സഹോദരങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ആയാൽ ദൈവം വിഭാവനം ചെയ്ത വലിയൊരു രക്ഷയിലേക്ക് നമുക്ക് കടന്നു വരാൻ എല്ലാം തടസ്സമായി നിൽക്കും. നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരികയില്ല. വ്യക്തി ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരികയില്ല. നിസ്വാർത്ഥമായി സ്നേഹിക്കുമ്പോൾ, യേശു സ്നേഹം എങ്ങനെയാണെന്ന് നമ്മെ പഠിപ്പിച്ചതുപോലെ നിസ്വാർത്ഥമായി നാം സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ, ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്ന് എത്രയോ യൂദാസ്കറിയോത്താമാരെയാ നാം മാറ്റി നിർത്തുക, എത്രയോ പേരെയാ നാം ഒഴിവാക്കി നിർത്തുക. നമ്മെ ദ്രോഹിക്കുന്നവരെ നാം മാറ്റി നിർത്തുകയാണ്. എന്നാൽ ഈശോ യൂദാസ്കറിയോത്തായെ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും യൂദാസ്കറിയോത്തായുടെയും കാൽ കഴുകി ആ വലിയ സ്നേഹം കാണിച്ചു തരുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. കാൽവരിക്കുന്നില യാഗമായി, ബലിയായി മാറിയ സ്നേഹം. പ്രിയപ്പെട്ട ദൈവജനമേ, സഹനത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അവരനെ സ്നേഹിക്കുവാനും, അവരനെ സഹായിക്കുവാനും, അവരനെ അനുഗ്രഹിക്കുവാനും കാണിച്ചു തന്ന വലിയ മാതൃക, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകും. നാം രക്ഷ പ്രാപിക്കും. ആത്മീയമായ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ട ദൈവജനമേ, ഭൗതികമായ രക്ഷയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ദരിദ്രമായ അവസ്ഥയിലാണ് ഈശോ ജന്മമെടുത്തത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ജനിക്കുന്ന, ഏറ്റവും നിസ്സാരമായി ജനിക്കുന്ന, ഒരുപക്ഷെ വഴിയോരത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിതാപകരമായ അവസ്ഥയിലോ ജീവിക്കുന്ന വ്യക്തികളെ പോലും സ്നേഹിക്കുവാൻ, അവരുടെയും സുഹൃത്തായി മാറുവാൻ, അവരും തൻ്റെ സുഹൃത്താണ്, അവർക്കും സ്വാതന്ത്ര്യത്തോടെ എൻ്റെ അടുത്തേക്ക് കടന്നു വരാം, ആരെയും തള്ളിക്കളയാതിരിക്കുവാൻ, അവരുടെയും സുഹൃത്തായി മാറുവാൻ ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, സർവാധിനാഥനായ തമ്പുരാൻ ഇതാ എളിമയോടെ, ഏറ്റവും എളിമയോടെ പുൽത്തൊഴുത്തിൽ വന്ന് പിറക്കുകയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഏറ്റെടുക്കാത്ത സഹനങ്ങളിലൂടെ മരണം പ്രാപിക്കുകയാണ്. എന്തിനു വേണ്ടി? എന്നെ രക്ഷിക്കാൻ, നിന്നെ രക്ഷിക്കാൻ, ഈ സമൂഹത്തെ രക്ഷിക്കാൻ, ഈ ലോകത്തിലുള്ള സകല ജനങ്ങളെയും രക്ഷിക്കുവാൻ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇത്രമാത്രം നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, ഇത്രമാത്രം നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, സ്നേഹിക്കുവാൻ വേണ്ടി കടന്നു വന്ന തമ്പുരാനോടുള്ള പ്രതിനന്ദിയായി നമ്മുടെ ജീവിതത്തെ നാം സമർപ്പിക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി നാം പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ, അവരനെ അറിയാൻ തയ്യാറാകുമ്പോൾ, പങ്കുവെക്കലിൻ്റെ അനുഭവം അപ്പസ്തോല പ്രവർത്തനം 4:32 കടന്നു വരുമ്പോൾ നാം കാണുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന, പങ്കുവെക്കൽ എന്നിവയിലെല്ലാം സദാ തൽപരരായിരുന്നു.
അവരുടെ സമൂഹത്തിൽ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. ആരുടെയും സമ്പത്ത് അവർ സ്വന്തമായി കരുതിയില്ല. അവർ മറ്റുള്ളവരുമായി പങ്കുവെച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലേക്ക്, ഈ നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈ പങ്കുവെക്കലിൻ്റെ അനുഭവം ഇല്ലാതെ വരികയാണ്. മക്കൾക്ക് മാതാപിതാക്കളെ അറിയാൻ പാടില്ലാത്ത സാഹചര്യം, പങ്കുവെക്കാൻ ഷെയറിങ്ങിന് സമയമില്ല. എപ്പോൾ നോക്കിയാലും മൊബൈലിലായിരിക്കാം, എപ്പോൾ നോക്കിയാലും ഫേസ്ബുക്കിലായിരിക്കാം, കമ്പ്യൂട്ടറുകളിലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ട സമയം ഒരുപക്ഷെ മറ്റേതെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിലാണെങ്കിൽ ആ കുടുംബത്തിൽ രക്ഷ കടന്നു വരുവാൻ അത് വലിയ തടസ്സമാണ്. നാം വിചിന്തനം ചെയ്യുക, നാം ചിന്തിക്കുക, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇന്ന് തടസ്സങ്ങളോ തകർച്ചകളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. വിശ്വാസമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തെ ഏറ്റവും തീക്ഷ്ണതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കുന്നില്ല. ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന നടക്കുന്നില്ല. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഒരുപക്ഷെ മൊബൈലിലോ അതല്ലെങ്കിൽ മറ്റ് മീഡിയകളുടെയോ ഒക്കെ പുറകിലായിരിക്കാം. അത് അടിസ്ഥാനപരം ഒരു കുടുംബത്തിൻ്റെ വളർച്ചയുടെ, ഒരു കുടുംബത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. വീണ്ടും തിരുവചനം പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഞാൻ നിറവേറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എപ്പോഴൊക്കെ ജോലി നഷ്ടപ്പെടലോ സാമ്പത്തിക തകർച്ചകളോ രോഗാവസ്ഥകളോ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി കൂട്ടായ്മയോട് ചേർന്നും പ്രാർത്ഥിക്കുമ്പോൾ, ദേവാലയത്തിൽ പോയി ദിവ്യബലികളിൽ പങ്കെടുത്ത്, കുമ്പസാരിച്ച് ദിവ്യബലികളിൽ പങ്കെടുത്ത് കൂദാശാ ജീവിതം നയിക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറിപ്പോകുന്നു, ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നു, ഭൗതികമായ എല്ലാ നന്മകളും ലഭിക്കുന്നു, ആത്മീയമായ നന്മകൾ അതിലുപരിയായി ലഭിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഏറ്റവും അടിസ്ഥാനം രക്ഷയിലേക്ക് കടന്നു വരുവാൻ നമ്മൾ ബൈബിളിലൂടെ കടന്നു വന്നപ്പോൾ സ്നാപക യോഹന്നാനിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും യേശു ക്രിസ്തുവിലൂടെയും നമ്മൾ പങ്കുവെച്ച ഈ വചനങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്: പങ്കുവയ്ക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ സമൂഹവും ആ വ്യക്തികളും ആ കുടുംബങ്ങളും രക്ഷയിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ 2018 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ മിശിഹ നമ്മെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ രക്ഷ അനുഭവിക്കുവാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കണം. 2 തരത്തിലുള്ള പ്രതികരണമാണ് ലഭിച്ചത്. വിശ്വാസികളുമുണ്ടായി, അവിശ്വാസികളുമുണ്ടായി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുമുണ്ടായി, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമുണ്ടായി. വിശ്വസിച്ചവർ രക്ഷ പ്രാപിച്ചു, അവർ ശിക്ഷാവിധിക്ക് കാരണമായി. അവരുടെ അവിശ്വാസ നിമിത്തം അവർ ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന് സുവിശേഷത്തിലൂടെ, ബൈബിളിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ഈ തിരുവചനങ്ങളിൽ ധ്യാനിക്കുമ്പോൾ, ഈ തിരുവചനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഓരോ ക്രൈസ്തവനും ആത്മീയമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ക്രൈസ്തവനും, പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ, നിന്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക,
നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചരിത്രങ്ങളിലോ ഇന്ന് ലോകത്തിലെവിടെയുമോ കേട്ടിട്ടില്ല കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നിട്ട് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതം നശിച്ചു പോയ യാതൊരു ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നമ്മെ ഇത്രമാത്രം സ്നേഹിച്ച യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ ജോലി മേഖലയും നമ്മുടെ സമൂഹവും അനുഗ്രഹിക്കപ്പെടുകയാണ്, രക്ഷയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ അവരനെ അറിയുവാനും അവരന് വേണ്ടി നന്മ ചെയ്യുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും നാം ഒരു തീരുമാനമെടുക്കുക. ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായും നാം ആഗ്രഹിക്കുക, എനിക്ക് രക്ഷ പ്രാപിക്കണം, എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണം, ഞാനായിരിക്കുന്ന സമൂഹം രക്ഷ പ്രാപിക്കണം, എൻ്റെ ജോലി മേഖല അല്ലെങ്കിൽ ബിസിനസ് മേഖല രക്ഷ പ്രാപിക്കണം. ഞാൻ എന്ത് ചെയ്യണം? 2018 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനോടും സ്നാപക യോഹന്നാനോടും അപ്പസ്തോലന്മാരോടും ചോദിച്ച അതേ ചോദ്യം ഇന്ന് നമ്മളോടും ചോദിക്കുകയാണ്. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാകട്ടെ, നിത്യജീവന് വേണ്ടിയുള്ള ലക്ഷ്യം. ആ നിത്യജീവന് വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്തിൽ ആവശ്യമായതെല്ലാം നമ്മുടെ സർവശക്തനായ ദൈവം നമുക്ക് നൽകിക്കൊള്ളും. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി